കാല് വെച്ച് ചൂല് തട്ടിമാറ്റാറുണ്ടോ? ഇതറിയാതെ പോകല്ലേ. ഹൈന്ദവ വിശ്വാസപ്രകാരം വാസ്തുശാസ്ത്രത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ വീട് വയ്ക്കുമ്പോൾ നാം വാസ്തു നോക്കാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കാൻ വീടും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. വീട്ടിൽ ഐക്യത്തിനും ധനാഗമനത്തിനും ദാരിദ്ര്യം വരാതിരിക്കുന്നതിനും വീട് വൃത്തിയായി സൂക്ഷിക്കണം. ചൂലുമായി ബന്ധപ്പെട്ട വാസ്തു നിയമങ്ങൾ പരിചയപ്പെടാം. വാസ്തുപ്രകാരം ചൂല് ഒരിക്കലും വടക്കിഴക്ക് ദിശയിൽ വയ്ക്കരുത്. കാരണം ഈ ദിശയിൽ ചൂൽ വെച്ചാൽ വീട്ടിൽ ധനനഷ്ടം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ചൂൽ വയ്ക്കുന്നത് ശുഭകരമായാണ് കണക്കാക്കുന്നത്. വാസ്തുപ്രകാരം ചൂല് എപ്പോഴും മറ്റുള്ളവർ കാണാത്ത തരത്തിൽ മറച്ചു വയ്ക്കണം. കിടപ്പുമുറിയിൽ ചൂൽ സൂക്ഷിക്കുന്നതും ഒഴിവാക്കണം. ഒരിക്കലും ചൂലിൽ ചവിട്ടുകയോ കാല് വെച്ച് തട്ടിമാറ്റുകയോ ചെയ്യരുത്. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കോപമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതുമൂലം വീട്ടിൽ സമ്പത്തുണ്ടാകില്ല. സ്വപ്നത്തിൽ ചൂൽ കാണുന്നത് നല്ലതായാണ് കണക്കാക്കുന്നത്. വാസ്തുവിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ചൂലിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം ചൂൽ പഴകിയാൽ ഉടൻ തന്നെ അത് മാറ്റി പുതിയത് വാങ്ങണം. ശനിയാഴ്ച ദിവസമാണ് പുതിയ ചൂൽ വാങ്ങാൻ നല്ല സമയമായി കണക്കാക്കുന്നത്.